GRE അല്ലെ, നമുക്കറിയാം എയിംസ് അതുപോലെയുള്ള കുറച്ച് സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കുള്ള കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ആണ്. പ്രത്യേകിച്ച് ഓർക്കും ഡേറ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഡേറ്റ് എന്നാണ്? 25-നും 27-നും ഇടയിലുള്ള ഒരു ദിവസമായിരിക്കും നമ്മുടെ എക്സാമിന് വരിക. ഡേറ്റ് മറക്കരുത്. ടെന്റേറ്റീവ് ഡേറ്റ് അവർ പറഞ്ഞേക്കുന്നത് എന്നാണ്? ജൂലൈ 25th to 27. ഓക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ ആണ് അല്ലെ. നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. 100 MCQs ആണ് ടോട്ടൽ വരുന്നത്. അപ്പൊ അതില് 80 MCQs നമ്മുടെ സബ്ജക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഫാർമസി സബ്ജക്ട്സ് ആയിരിക്കും. അതിൽ നിന്നായിരിക്കും 80 ക്വസ്റ്റ്യൻസ് വരിക. റിമൈനിങ് 20 ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് വരിക അതിനകത്ത്? മെയിൻ ആയിട്ടും ജനറൽ നോളജ്, അതുപോലെ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ 20 marks plus 80 marks total 20 question plus 80 questions, അങ്ങനെ ടോട്ടൽ 100 questions ആണ്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ചിട്ടാണ് വരിക. സോ അങ്ങനെ ടോട്ടൽ 400 മാർക്സിനാണ് വരിക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ബിഫാം ഡിപ്ലോമ ഉള്ള സ്റ്റുഡൻസിനും ബിഫാം ഉള്ള സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറെ പോസ്റ്റുകൾ ഉണ്ട്. ചില പെർട്ടിക്കുലർ എയിംസിലേക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ചില പോസ്റ്റിലേക്ക് ബിഫാം ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ചിലതിൽ വർക്ക് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ ഡിഫറൻസ് വരുന്നത് അനുസരിച്ചിട്ട് പേ സ്കെയിലും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. നോക്കിക്കേ, ഡിസ്പെൻസിങ് അറ്റൻഡ് ഉള്ള 3 എയിംസ് ഉണ്ട്. അവിടെ 21 to 27, 21-നും 27-നും ഇടയിലുള്ള സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. നോക്കിക്കേ, ഡിപ്ലോമ ഇൻ ഫാർമസി മസ്റ്റ് ആയിട്ട്. ഓക്കെ. അതുപോലെ തന്നെ രജിസ്ട്രേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കണം. അടുത്തത് എന്താണ്? ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഡിപ്ലോമ അതുപോലെ രജിസ്ട്രേർഡ് ഫാർമസിസ്റ്റ്, പക്ഷെ പോസ്റ്റിന്റെ പേര് നോക്കിക്കേ, ഡിസ്പെൻസിങ് അറ്റൻഡ് അല്ല, ഫാർമസിസ്റ്റ് ആണ്. സോ അതനുസരിച്ച് പേ സ്കെയിൽ അവിടെ മാറിയിട്ടുണ്ട്, പേ ലെവൽ അവിടെ മാറിയിട്ടുണ്ട്. ഏജ് ലിമിറ്റ് ഇതുപോലെ തന്നെയാണ്, 21 to 27 ആണ്. ഡിപ്ലോമ രജിസ്ട്രേർഡ് ഫാർമസിസ്റ്റ് അത് തന്നെയാണ് അവിടെയും വരുന്നത്. അടുത്തത് ഇതുപോലെ തന്നെ ഫാർമസിസ്റ്റ് പോസ്റ്റ് ആണ്. ഫാർമസിസ്റ്റ് പോസ്റ്റ് എല്ലാം തന്നെ ഒരേപോലെ തന്നെ 21-നും 27-നും ഇടയിൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കണം. ഇനി അടുത്ത നോക്കിക്കേ, ഫാർമസിസ്റ്റ് എയിംസ് ന്യൂ ഡൽഹി. അവിടെ എന്താണ് ഏജ് ലിമിറ്റ്? നോട്ട് എക്സീഡിങ് 30 ആണ്. 30 ആണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ എയിംസ് എംപ്ലോയി ആയിട്ടുള്ള എംപ്ലോയീസിന് എന്താണ്? റിലാക്സബിൾ അപ് ടു 40. പുറത്തുള്ള ഡിപ്ലോമ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി എന്നാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളതെങ്കിൽ അവരുടെ ഏജ് ലിമിറ്റ് എത്രയായിരിക്കും? കോമൺ ആയിട്ട് ഇൻ ബിറ്റ്വീൻ 21 and 27. അവര് മെൻഷൻ ചെയ്തിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 21-നും 27-നും ഇടയിലായിരിക്കും. അത് ഓർത്തോണം കേട്ടോ. ബി ഫോം ആണെങ്കിൽ 30 വരെയും വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, എല്ലാം 21 to 27 ആണ്.